കേരളം ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ പല പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയാണ് ഗുരുതരമായ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നു വന്നത്. അതിൽ എല്ലാ പരാതികളിലും കേരള സർക്കാർ ഇതിനോടകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലെ പ്രതി മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നായക നടനായ ജയസൂര്യയാണ്. നമുക്കറിയാവുന്ന പോലെ ജയസൂര്യ സാമൂഹിക വിഷയങ്ങളിൽ ഉൾപ്പെടെ വളരെ വലിയ പ്രസ്താവനകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ നിമിഷം വരെ തനിക്കെതിരെ ഉയർന്നു വന്ന രണ്ട് ലൈംഗികാതിക്രമ പരാതികളിലോ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ട് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയ കേസുകളിലോ ജയസൂര്യ തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ജയസൂര്യ എവിടെ എന്നൊരു ചോദ്യം ഇതിനോടകം ഉയർന്നു വന്നു കഴിഞ്ഞു. ജയസൂര്യ നിലവിൽ ന്യൂയോർക്കിലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയതായി പുറത്തിറങ്ങുന്ന കടമറ്റത്ത് കത്തനാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിലാണ് ഉള്ളത്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനായി നീക്കങ്ങൾ നടത്താനാണ് നിലവിൽ ജയസൂര്യയുടെ പദ്ധതി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജയസൂര്യ ഉടൻ തിരികെ വരാനുള്ള സാധ്യത മാധ്യമങ്ങൾ തള്ളിക്കളയുകയാണ്. ജയസൂര്യ ന്യൂയോർക്കിൽ നിന്നും ദുബായിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത എന്ന് മാധ്യമത്തിൻ്റെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. എന്തായാലും ജയസൂര്യ നാട്ടിലെത്തിയാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഓഗസ്റ്റ് 28 അദ്ദേഹത്തിനെതിരെ ആദ്യ ലൈംഗിക പീഡന പരാതി ലഭിക്കുന്നതും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും. അത് കഴിഞ്ഞ 48 മണിക്കൂറിനകം രണ്ടാമത്തെ പരാതിയും ഉയർന്നു വന്നു. രണ്ടാമത്തെ പരാതിയിലും ഇപ്പോൾ കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് രണ്ട് ജാമ്യമില്ലാ കുറ്റങ്ങൾ നിലവിൽ ജയസൂര്യക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കുറ്റങ്ങളും ജയിൽ ശിക്ഷ അനുഭവിക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാതിരിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ജയസൂര്യ ഉടനെങ്ങും നാട്ടിലേക്ക് ഉണ്ടാകില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജയസൂര്യ വിദേശത്തിരുന്നു കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ജയസൂര്യയുടെ മൗനവും അദ്ദേഹത്തിൻ്റെ ഒളിച്ചോട്ടവും അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതമായി തന്നെ വിലയിരുത്തപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. കാര്യം എല്ലാ വിഷയങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലടക്കം വലിയ വലിയ പ്രസ്താവനകൾ നടത്തിയിരുന്ന ജയസൂര്യ ഈ നിമിഷം വരെ തൻ്റെ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ പോലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. എന്തായാലും ജയസൂര്യയുടെ കാര്യം ഇപ്പോൾ വല്ലാത്ത കഷ്ടത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം പറഞ്ഞ സ്ത്രീപക്ഷ നിലപാടുകളൊന്നും തന്നെ അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ രണ്ട് പരാതികൾ. ഈ രണ്ട് പരാതികളിലും സിനിമാ സെറ്റുകളിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി എന്നാണ് പരാതികളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ രണ്ട് പരാതികളും 2012-11 കാലയളവിൽ നടന്നവയാണ്. എന്തായാലും ജയസൂര്യക്കെതിരെ ഇത്ര വലിയൊരു വെളിപ്പെടുത്തലും പരാതിയും കേസും ഒക്കെ ഉണ്ടായിട്ടും മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നടന്മാർ, ജയസൂര്യയുടെ സഹപ്രവർത്തകർ കൂടിയായ മലയാളത്തിലെ രണ്ട് മഹാരഥന്മാർ മോഹൻലാലും മമ്മൂട്ടിയും ഈ നിമിഷം വരെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ജയസൂര്യ അമ്മ എന്ന സംഘടനയിലെ ഒരു ഭാരവാഹി കൂടിയായിരുന്നു എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ ഈ വിഷയത്തിൽ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല എന്നത് സംശയങ്ങൾ കൂടുതൽ ദുരൂഹമാക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ സിനിമയെക്കുറിച്ചും മലയാള സിനിമാ മേഖലയെക്കുറിച്ചും ഇത്ര ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ശേഷവും മലയാളത്തിലെ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ പാലിക്കുന്ന ഈ മൗനം ജനങ്ങൾക്കിടയിൽ ഒരുപാട് അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്തായാലും ജയസൂര്യ ഈ കേസുകളുടെ പശ്ചാത്തലത്തിൽ ഉടൻ നാട്ടിലേക്കും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജയസൂര്യ നിലവിൽ ന്യൂയോർക്കിലാണ്. അദ്ദേഹം മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷമായിരിക്കും നാട്ടിലേക്ക് വരിക എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്.